അങ്ങനെ നമ്മുടെ ഗോവർദ്ധനം ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അലീന പോയി കഴിഞ്ഞാൽ ബാലേട്ടന് വിഷമാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അവൾ പോണത് നല്ല വിഷമമാണ്, പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പം ചെയ്യാൻ പറ്റില്ല, അവളെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കും, അതെന്തായാലും ഞാൻ എത്തിച്ചിരിക്കും, അതുകൊണ്ട് നാളെ നമുക്കൊരു യാത്ര പോകണം, അവളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ ആരോടും ഗോവർദ്ധനം പറയരുത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗോവർദ്ധനം യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോണ സമയത്ത് നമ്മളുടെ അലീന ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അലീനോട് നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട്, ഇപ്പം തമാശ പറയേണ്ട സമയമല്ല, ഞാൻ സീരിയസ് ആണെന്ന് പറയുമ്പോൾ എനിക്കറിയാം നാളെ നിങ്ങൾ യാത്ര പോകാനുള്ള തീരുമാനത്തിലാണെന്ന് എനിക്കറിയാം, അതും എനിക്ക് വേണ്ടിയിട്ടാണ്, എന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ യാത്ര പോകണതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോണ്ട്. എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടി യാത്ര പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മനു അലീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, എന്ത് മാറ്റാം മനു ഏട്ടാ, ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരില്ല, മാഡം ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവിടുന്ന് പോവാണ്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ മനു വൈദ്യരുടെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ട അലീനയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ചോദിക്കേണ്ട, ആൻറ്റിക്ക് അവിടെ 3 മക്കളില്ലേ, അവർക്ക് വേണ്ടി തിരിച്ചു പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ വൈദ്യ പറയുന്നുണ്ട്, അവർക്കിപ്പോൾ ഞാനല്ല അമ്മ, അവരുടെ രണ്ടാനമ്മ അലീനയാണ്, അവർക്കിപ്പോൾ അവൾ മതി, ഞാൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനു പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഒന്നും കൂടി ആലോചിച്ചൂടെ, ഒന്നും കൂടി തിരിച്ചു പോക്ക് ആലോചിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. വൈദ്യയാണെങ്കിൽ പോകാൻ ഒട്ടും കൂട്ടാക്കണില്ല. പിന്നെ അപ്പുറത്ത് കാണിക്കണത് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അലീന പോണത് ആലോചിച്ചിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അലീന എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രനാണെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.